നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പാലിയേക്കര ടോൾ പിരിവ് നിരോധനം തുടരും. ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതായി ഹൈക്കോടതി. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്കായി ക്ഷേമമന്ദിരം ഒരുങ്ങുന്നു. ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ പൊതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് സ്ഥലം. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പിരിവ് നിരോധനം തുടരുമെന്നും ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതായി ഹൈക്കോടതി വ്യക്തമാക്കി. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതുവരെ ടോൾ പിരിവ് തുടരരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാടറിയിക്കാൻ ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ സാവകാശം വേണമെന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഗതാഗത തടസ്സവും റോഡുകളിലെ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നതിനായി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. നേരത്തെ പാലിയേക്കരയിൽ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് ഹൈക്കോടതി നിരോധിച്ചിരുന്നു. 66 ദിവസമായി പാലിയേക്കരയിൽ ടോൾ പിരിവ് നിരോധിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിച്ചതിനു ശേഷം മാത്രമേ കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കൂ. മീഡിയ ടൈം, പുതുക്കാട്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതും ഇപ്പോൾ കാര്യമായി ഉപയോഗമില്ലാതെ കിടക്കുന്നതുമായ ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്കായി ക്ഷേമമന്ദിരം ഒരുങ്ങുന്നു. നഗരസഭയിലെ 31-ാം വാർഡിലെ ആര്യങ്കാല പൊതുശ്മശാനത്തിന്റെ ഭൂമിയിൽ ഒരു ഭാഗത്താണ് വയോജനങ്ങൾക്കായി പകൽ വീട് നിർമ്മിക്കുന്നത്. ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് പൊതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് ഈ സ്ഥലം. നഗരസഭയിൽ ഗ്യാസ് ക്രിമിറ്റോറിയം വന്നതോടുകൂടി ആര്യങ്കാലയിൽ മൃതദേഹ സംസ്കാരം വളരെ കുറഞ്ഞിരുന്നു. മാത്രമല്ല, വളരെ അപൂർവമായി ഉണ്ടാകുന്ന ചില അനാഥ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് വിസ്തൃതമായിട്ടുള്ള ശ്മശാനത്തിന്റെ സ്ഥലത്തിൽ നിന്നും ഒരു ഭാഗം തിരിച്ചെടുത്ത് ഇവിടെ വയോജനങ്ങൾക്ക് അവരുടെ മാനസികോല്ലാസങ്ങൾക്കും മറ്റും ഒത്തുചേരുന്നതിനുള്ള ഒരു പകൽ വീട് നിർമ്മിക്കണമെന്ന് ആശയമുണ്ടായത്. ഇവിടുത്തെ വാർഡ് സഭയുടെയും കൗൺസിലർ ജോജി കാട്ടാളന്റെയും ഇത് സംബന്ധിച്ച നിർദ്ദേശം നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യുകയും കൗൺസിൽ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. പൊതുശ്മശാനത്തിൽ നിന്നും കുറച്ചു ഭൂമി റവന്യൂ വകുപ്പിനെ കൊണ്ട് അളന്ന് തിരിച്ച് ഇവിടെ പകൽ വീട് നിർമ്മിക്കുന്നതിന് 15 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി വരികയാണ്. പകൽ വീടിനുള്ള സ്ഥലം പ്രത്യേകം മതിൽ കെട്ടിത്തിരിച്ച് മറ്റൊരു റോഡിൽ നിന്നും ഇവിടേക്ക് പ്രവേശന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വാർഡ് സഭകൾ ചേരുന്നതിനും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മീറ്റിംഗുകൾ നടത്തുന്നതിനും സാധ്യമാകുന്ന രീതിയിലാണ് പകൽ വീടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ, വാർഡ് കൗൺസിലർ ജോജി കാട്ടാളൻ, കൗൺസിലർ വത്സൻ ചമ്പക്കര, മുനിസിപ്പൽ എഞ്ചിനീയർ ശിവപ്രസാദ് എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലത്തെത്തി. നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി പകൽ വീട് വയോജനങ്ങൾക്ക് എത്രയും വേഗം തുറന്നു കൊടുക്കുമെന്ന് ചെയർപേഴ്സണും വാർഡ് കൗൺസിലറും അറിയിച്ചു. അപ്പോൾ നമുക്കറിയാം, നഗരസഭയിൽ ക്രിമിറ്റോറിയം, ആധുനിക രീതിയിലുള്ള ക്രിമിറ്റോറിയം വന്നു. മൃതസംസ്കാര ചടങ്ങുകളൊക്കെ അതിലാണ് ബഹുഭൂരിപക്ഷവും നഗരസഭയിലെ ശ്മശാനത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതു ശ്മശാനം എന്നുള്ള രീതിയിൽ ആര്യങ്കാലയിലെ ശ്മശാനത്തിൻ്റെ ഉപയോഗം വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്കിവിടെ നടത്തേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇതിൽ അനാഥ ബോഡികളൊക്കെ വരുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഈ സ്ഥലം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന ഒരു താല്പര്യം ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള ശ്രീ ജോജി കാട്ടാളനാണ് കൗൺസിലിൽ അഭിപ്രായം പറഞ്ഞത്. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. മുനക്കൽ ബീച്ചിൽ പോർട്ട് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് പൈപ്പുകളാണ് കത്തി നശിച്ചത്. ആദ്യം ഉണങ്ങിയ പുല്ലിന് തീ പിടിക്കുകയും തുടർന്ന് തീ പ്ലാസ്റ്റിക് പൈപ്പുകളിലേക്ക് പടർന്നു പിടിക്കുകയുമായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചത്.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ നിയമസഭയിൽ പ്രതിഷേധിച്ച ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന് അഭിവാദ്യം അർപ്പിച്ച് സ്വർണ്ണപ്പാളി ചെമ്പാക്കി മാറ്റിയ അധികാരികൾക്കെതിരെയും കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്ലാൻ ചെയ്തൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളത്. മാസത്തിലൊരിക്കൽ 4 ദിവസം പൂജയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് വേറെ ആരും തന്നെ കണ്ടെത്താനോ ആരും തന്നെ പ്രവേശിക്കാറില്ല. ഒരു മാസത്തിൽ 4 ദിവസം ദർശനമുള്ളപ്പോൾ അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചുകൊണ്ട് 2026 തെരഞ്ഞെടുപ്പിന് സർക്കാരിൻ്റെ മുതൽ തന്നെ ചെലവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തി ഭൂരിപക്ഷം നേടാമെന്നാണ് പിണറായി വിജയന്റെ ലക്ഷ്യം. മണ്ഡലം പ്രസിഡന്റ് തോമസ് ഐ കണ്ണത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഷാഹുൽ പണിക്ക് വീട്ടിൽ, TP പോൾ, ബ്ലോക്ക് സെക്രട്ടറി TDC മേദി, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജോൺസൺ കോക്കാട്ട്, V ബിനീഷ് കുമാർ, ലിജി അനിൽകുമാർ, മണ്ഡലം സെക്രട്ടറിമാരായ സോജൻ മേനാച്ചേരി, MK ജോയ്, MK ശിവദാസ് എന്നിവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റുമാരായ ബിജു കാതികുടം, ബിജു പ്ലാച്ചേരി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ കുമാർ, അൻവർ പണിക്ക് വീട്ടിൽ, അസീസ് എടുത്താത്തറ എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും കൊടകര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ കേരളോത്സവം സമാപിച്ചു. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സമാപന സമ്മേളനം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ജീവനോടെ ഇങ്ങനെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരുന്നൊക്കെ അതിനോടൊക്കെ ഒരു കുഴപ്പമില്ല. ഇതല്ല, ഇതിനേക്കാൾ വലുതാണ് മറ്റു പല മൂല്യങ്ങളും എന്ന് തോന്നുന്നുണ്ടായി. പിന്നീട് കോമ്പറ്റീഷനൊന്നും പിന്നെ പ്രായമൊക്കെ കഴിഞ്ഞ ശേഷം വന്നിട്ടില്ല. പക്ഷെ കേരളോത്സവം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ പൊതുവേദിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള സന്തോഷം, കയ്യടികൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം. വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജെയ്സൺ, CDCB, അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കട്ടെടുത്ത സർക്കാരും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോണത്തുകുന്നിൽ നടന്ന പ്രകടനം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ധർമ്മജൻ വില്ലാടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AA മുസമ്മിൽ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ EV സജീവ്, അയൂബ് കരുപ്പടന്ന, KH അബ്ദുൽ നാസർ, AR രാമദാസ്, V മോഹൻദാസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് റസിയ അബു, മല്ലിക ആനന്ദൻ, വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ, വിചാർ വിഭാഗ് ബ്ലോക്ക് ചെയർമാൻ സലീം അറക്കൽ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, മണ്ഡലം നേതാക്കളായ സഗീർ കോൽപ്പറമ്പിൽ, ഗോപാലകൃഷ്ണൻ, മനോജ് അന്നിക്കര, രമേശ് മാടത്തിങ്കൽ, നാസർ, കൊച്ചു, ഇബ്രാഹിം, പ്രദീപ് വള്ളിവട്ടം, ജോർജ് തൊമാന, ഹാരിസ് അലിമോൻ, സഞ്ജു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലിയേക്കര ടോൾ പിരിവ് നിരോധനം തുടരും. ടോൾ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതായി ഹൈക്കോടതി. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലക്കുടി നഗരസഭയുടെ ആര്യങ്കാല പൊതുശ്മശാന ഭൂമിയിൽ വയോജനങ്ങൾക്കായി ക്ഷേമമന്ദിരം ഒരുങ്ങുന്നു. ചാലക്കുടി പഞ്ചായത്തായിരുന്ന കാലം മുതൽ പൊതുശ്മശാനമായി ഉപയോഗിച്ചിരുന്നതാണ് സ്ഥലം. കൊടുങ്ങല്ലൂർ അഴീക്കോട് മുനക്കൽ ബീച്ചിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.